ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് അമൃതപ്പൊടി വെച്ചിട്ട് ഒരു ചെറിയ പലഹാരമാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ കുട്ടികൾക്കൊക്കെ പോഷകപ്രദമായിട്ടുള്ള ഒരു സ്നാക്സും കൂടെയാണിത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ചൂടുവെള്ളം, പിന്നെ ഒരു കപ്പ് അമൃതപ്പൊടി നമ്മൾ എടുത്തിട്ടുണ്ട്, പിന്നെ നാളികേരം, അതുപോലെ തന്നെ നെയ്യ്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കണം, ഒന്ന് മെൽറ്റ് ചെയ്യണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്ന് ചൂടായി കിട്ടണം, എന്നാലേ പൊടി പെട്ടെന്ന് നമ്മൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് വെന്ത് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ റവ ഉപ്മാവൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് കേട്ടോ. ഈ പൊടി പിന്നെ അത്രത്തോളം ഹൈലി അത്ര ചൂടിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പാന് ഒന്ന് ചെറിയൊരു ചൂടിൽ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അതുപോലെ കുട്ടികളായാലും കുറച്ച് പ്രായമുള്ളവരൊക്കെ ആയാലും നമ്മളെ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഞാനിപ്പോൾ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേനും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഈ ലഡു പോലെ ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ്. ഉപ്പുമാവ് ഇത് വെച്ചിട്ട് ചെയ്യാം, അതുപോലെ അട ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒന്നാമത് ഇതിൽ പഞ്ചസാരേൻ്റെ ആവശ്യമില്ല, ഒരു മധുരിപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം, പിന്നെ അലുവ ഉണ്ടാക്കാം, അങ്ങനെ എന്ത് സ്നാക്സ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അംഗനവാടിയിൽ നിന്നൊക്കെ അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. കാരണം വലിയ ബുദ്ധിമുട്ടുള്ള പണിയൊന്നുമല്ല ഇപ്പോൾ ഇത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും ചെയ്യും. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലഡു ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു പാക്കറ്റ് പൊടി കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാനോ എന്ന് വിചാരിച്ചു. ഒന്ന് ചെറുതായി കരിഞ്ഞു എന്നൊക്കെ തോന്നുന്നു കേട്ടോ. അങ്ങനെ പാനൊക്കെ നമ്മൾ ഒന്ന് ചൂടാറാൻ വേണ്ടി ജസ്റ്റ് അടുപ്പിൽ നിന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നെയ്യ് വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. പിന്നെ നമ്മളിതാ നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ നമുക്ക് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ടിത് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് എടുക്കാം. ഞാൻ അളവൊന്നും പറയണില്ല, പക്ഷെ ഒരു കപ്പിന് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് അത് നന്നായിട്ട് കട്ട പിടിക്കാണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ പിസ്ത, ബദാം, അങ്ങനത്തെ എന്താ പറയുക, കടല, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജീരകം, ചെറിയ ജീരകം, അങ്ങനെ ടേസ്റ്റ് കൂട്ടാൻ പറ്റിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം. എള്ള്, ഇപ്പോൾ കറുത്തെള്ളും വെളുത്തെള്ളും ഉണ്ട്, അത് ഏത് വേണമെങ്കിലും ഓപ്ഷനാണ്, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നെയ്യ് ഒരു ടേസ്റ്റാണ് കേട്ടോ, പക്ഷെ ചിലപ്പോൾ കുട്ടികൾക്ക് നെയ്യ് ഇഷ്ടാവാറില്ല. ഞാൻ നെയ്യ് ഇടണോ എന്ന് വെച്ചിട്ടാണ് അത് എടുത്ത് വെച്ചത്. അപ്പോൾ ഒരു ലേശം നെയ്യ് ഒന്ന് ചെറുതായിട്ട് ആഡ് ചെയ്തത് കാണിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതങ്ങനെ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അത് ഷേപ്പ് വേണമെന്നില്ല. ഇപ്പം നമ്മൾ വീട്ടിലായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ചൂടോട് കൂടിയിട്ട് കുഴക്കുകയാണ് നല്ലത്. ചൂടാറിയ പെട്ടെന്ന് അങ്ങനെ കിട്ടില്ല. എൻ്റെ കൈ നല്ല ചൂടുണ്ട് കേട്ടോ. എങ്കിലും നമ്മൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക, കുട്ടികൾക്ക് ഇഷ്ടമാവും. എനിക്കും ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാനും ഇടയ്ക്ക് നമ്മളെ നൊസ്റ്റു എന്നൊക്കെ പറയില്ലേ, ചെറുപ്പത്തിലുള്ള ഒരു തരം പിന്നെ ഉപ്പുമാവൊക്കെ ഉണ്ടായിരുന്നു അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടില്ല ഉപ്പുമാവ്. അത് നല്ല ടേസ്റ്റായിരുന്നു. ഇത് ചോളത്തിൻ്റെ ഉപ്പുമാവ്. അപ്പോൾ അതൊന്നും സത്യം പറഞ്ഞാൽ കിട്ടാനേ ഇല്ല. അപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എത്രത്തോളം ഇപ്പോഴത്തെ കുട്ടികൾക്ക് അമൃതപ്പൊടി ഒന്നും തീരെ കഴിക്കാറില്ല. ഒന്നാമത് എന്താണെന്നറിയില്ല, നമ്മളെ ചെറുപ്പത്തിൽ നമുക്കൊന്നും കിട്ടാത്ത കാലത്തൊക്കെ നമ്മളൊന്ന് ഇഷ്ടം പോലെ കഴിച്ചിരുന്നൊരു സംഭവമാണിത്. ഇപ്പോൾ ആ ഒരു ഉപ്മാവിന് പകരമാണ് ഇപ്പോൾ അമൃതപ്പൊടി. പിന്നെ ഗർഭിണികൾക്കും വേണമെങ്കിൽ ഉപയോഗിക്കട്ടോ. എന്താണെന്ന് വെച്ചാൽ അത്രയും നല്ല സ്വാദാണ്. നമുക്ക് നല്ല ചൂടുള്ള കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്കും വീട്ടിലുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് നല്ല വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ താങ്ക്സ്.